അന്താരാഷ്ട്ര യോഗാ ദിനം വിപുലമായി ആചരിച്ചു. ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി, ഉദയനഗർ ഹൈസ്കൂൾ, മൈ ഭാരത് കാസർഗോഡ്, തത്വമസി യോഗാ കേന്ദ്രം എന്നിവയുടെ സഹകരണത്തോടെയാണ് യോഗാ ദിനം വിപുലമായി ആചരിച്ചത്. അന്താരാഷ്ട്ര യോഗാ ദിനം വിപുലമായി ആചരിച്ചു. ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി, ഉദയനഗർ ഹൈസ്കൂൾ, മൈ ഭാരത് കാസർഗോഡ്, തത്വമസി യോഗാ കേന്ദ്രം എന്നിവയുടെ സഹകരണത്തോടെയാണ് യോഗാ ദിനം വിപുലമായി ആചരിച്ചത്. പഞ്ചായത്ത് അംഗം എ സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അടുത്തു വന്നുകൊണ്ട് ക്ലബ്ബുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, ദേവസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഈ പരിപാടികൾക്ക് നമ്മൾ അതിൻ്റെതായ പ്രാധാന്യം നമ്മൾ നൽകേണ്ടതുണ്ട്. പലപ്പോഴും യോഗ എന്ന് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് പാരമ്പര്യത്തോടൊപ്പം പുച്ഛമാണ്. പാരമ്പര്യം, അതായത് പഴയ ശീലങ്ങളോട്, നമ്മുടെ പൂർവികർ കൊണ്ടുവന്ന ശീലങ്ങളോട്, അവരെ അനുവർത്തിച്ചു വന്ന ശീലങ്ങളോട് നമുക്ക് പലപ്പോഴും ഒരു പുച്ഛമാണ്. പക്ഷെ അത്തരം ശീലങ്ങളാണ് നമ്മുടെ പൂർവികരെ നല്ല ആരോഗ്യത്തോടു കൂടി, ദീർഘായുസോടു കൂടി ജീവിക്കാൻ വേണ്ടി അവരെ പ്രാപ്തരാക്കിയത്. അത്തരം ശീലങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാരമ്പര്യത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട്, നമ്മുടെ സംസ്കാരത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്ന ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. അത്തരം പ്രവർത്തനങ്ങൾക്ക് കുടുംബശ്രീയുടെ ചുമതല വഹിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അമ്മമാര്, സഹോദരിമാര്, അവരെ മുൻകൈ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ പാരമ്പര്യം അത് യോഗ എന്നതാണെന്ന് നമ്മുടെ കഴിഞ്ഞ ഒരു പരിശീലന പരിപാടിയിൽ നമ്മുടെ അശോക് രാജ് സാർ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇതിന്റെ പല ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങൾ പൂർണ്ണമായും നമ്മൾ സ്വായത്തമാക്കി കഴിഞ്ഞാൽ, അതായത് 1-2 ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരംശം പോലും നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുകയില്ല. മറിച്ച് ഇതിന്റെ ഒരു കണ്ടിന്യൂസ് ആയി നമ്മൾ ഇത്തരം പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ, ഇത്തരം യോഗാ വിദ്യകൾ നമ്മൾ സ്വായത്തമാക്കി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ അത് പരിശീലിക്കാവുന്നതാണ്. എ ഷീബ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക കെ ബിന്ദു, എം ബിന്ദു, പ്രീതി, ജയചൈ കീർത്തി, ആർ പത്മാവതി, നിഷ എന്നിവർ സംസാരിച്ചു. അശോക് രാജ് വെള്ളിക്കോത്ത് യോഗ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.